ഒരു മനുഷ്യ സ്നേഹിയും അദ്ദേഹം ചെയ്ത വലിയൊരു നന്മയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രിയപ്പെട്ടവരെ, കൊച്ചുവാണ്. ഇന്ന് വയനാടായിരുന്നു. വയനാട് ജില്ലയിലെ മൂപ്പൈനാട് പഞ്ചായത്തിലെ റിപ്പൺ എന്ന സ്ഥലത്ത് പുതുക്കാട് എന്ന സ്ഥലത്തായിരുന്നു ഇന്ന് 2024 ജൂലൈ 30 വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ നമ്മെ ഏവരെയും വേദനിപ്പിച്ച ഒരു ദുരന്തം സംഭവിക്കുന്നത്. ആ ദുരന്തത്തിൽ 40 ദിവസത്തോളം സേവനം ചെയ്ത ഒരു മനുഷ്യന്റെ വീടിനെ കുറിച്ച് ഷംസീർ ചോലക്കൽ എന്നൊരു വ്യക്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. വയനാട് ജില്ലയിലെ ഈ വീടിന്റെ ദുരവസ്ഥ കണ്ട് അത് ഒരാൾ ഷെയർ ചെയ്യുകയാണ്. ഈ ഷെയർ ചെയ്ത പോസ്റ്റ് കൊണ്ടോട്ടി മൊറയൂർ സ്വദേശി VP നാസർ ഒളവട്ടൂർ എന്ന ഒരാൾ കാണും. പോസ്റ്റ് കണ്ട ഉടനെ തന്നെ ആ പോസ്റ്റ് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം, ആ വ്യക്തിയുടെ വീട് പണി ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞ ആ നന്മ നിറഞ്ഞ മനുഷ്യൻ മുന്നോട്ട് വരികയാണ്. ഈ വിവരം പാണക്കാട് സെയ്ദ് മുനവ്വറലി ശിഹാബ് തങ്ങളെയും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബിനെയും MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജ് സാഹിബിനെയും അറിയിക്കുകയാണ്. അങ്ങനെ 2024 സെപ്റ്റംബർ 23 ഈ സഹോദരനും കുടുംബവും വളരെ പ്രയാസത്തോടു കൂടി താമസിച്ചിരുന്ന ആ ഒരു ഷെഡ് പുനർനിർമ്മാണത്തിന് വേണ്ടി പൊളിക്കുകയാണ്. തൊട്ടടുത്ത മാസം 2024 ഒക്ടോബറിൽ 17 മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷനും വൈറ്റുകാട് സംസ്ഥാന കോർഡിനേറ്ററുമായ ഫൈസൽ ബാഫക്കി തങ്ങൾ ഈ വീട് പൂർണ്ണമായും ഏറ്റെടുത്ത സുമനസ് VP നാസർ ഒളവട്ടൂർ സാഹിബിന്റെയും യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി സെക്രട്ടറി C ഷാക്കിർ സാഹിബിന്റെയും വയനാട് ജില്ലാ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് MSF കമ്മിറ്റി ഭാരവാഹികളുടെയും മൂപ്പൈനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് MSF കമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയുണ്ടായി. 14 മാസങ്ങൾ കൊണ്ട് 900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ, അതിൽ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും വിശാലമായൊരു കിച്ചണും നല്ലൊരു ഡൈനിങ് ഏരിയയും സ്റ്റെയർ കേസും അടങ്ങുന്ന ഭംഗിയുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകാൻ VP നാസർ ഒളവട്ടൂർ സാഹിബിന് സാധിച്ചു. ഈ വീട് നിർമ്മാണത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ വീടിൻ്റെ കോൺട്രാക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യക്ഷമതയാണ് ഈ ഒരു വീടിൻ്റെ വർക്കിൽ ഞങ്ങളെല്ലാവരും നേരിട്ട് കണ്ടത്. ഇന്ന് 2026 ഫെബ്രുവരി 1 ഈ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നഗൃഹത്തിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങായിരുന്നു. പാണക്കാട് സെയ്ദ് മുനവ്വറലി ശിഹാബ് തങ്ങളാണ് കർമ്മം നിർവഹിച്ചത്. വയനാട് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് KK അഹമ്മദ് ഹാജി, വൈസ് പ്രസിഡന്റ് യഹിയ ഖാൻ തലക്കൽ, മുസ്ലിം യൂത്ത് ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് MP നവാസ്, ജനറൽ സെക്രട്ടറി CH ഫസൽ, വൈസ് പ്രസിഡന്റ് AP മുസ്തഫ, മുസ്ലിം യൂത്ത് ലീഗ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് C, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഹനീഫ, മൂപ്പൈനാട് പഞ്ചായത്ത് പ്രസിഡന്റ് CV സുധ, മൂപ്പൈനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി CT ഹുനൈസ്, പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ജാഫർ ചോലക്കൽ, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് പാറോൽ, ബ്ലോക്ക് മെമ്പർ ഷഹർബാൻ സെയ്ദലവി, 12-ാം വാർഡ് മെമ്പർ ഷൈബാൻ, 13-ാം വാർഡ് മെമ്പർ CT ഷിഹാബ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ബന്ധുക്കളും പ്രദേശവാസികളും അടങ്ങുന്ന ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയാണ് അവർ ഞങ്ങൾ സ്വീകരിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന എൻ്റെ പ്രസ്ഥാനം എനിക്ക് സമ്മാനിച്ച ബന്ധങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. എന്നിരുന്നാലും ഇതുപോലെ ഒരുപാട് നന്മകളിൽ ഭാഗവത്താവാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്.